നമുക്ക് കണക്കുകൾ നോക്കിയാലോ? കാരണം നമ്മൾ ബെല്ലിംഗാമിന്റെ കാര്യം പറഞ്ഞു, ബെല്ലിംഗാമും മെസ്സിയുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ ബെല്ലിംഗാമിനൊപ്പം തന്നെ കെയിന്റെ കാര്യം കൂടി പറയേണ്ടത്. ഈ രണ്ട് താരങ്ങളുടെ പ്രകടനം ഇന്നലെ എങ്ങനെയായിരുന്നു? അത് വളരെ നിരാശാജനകമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഹാരി കെയിനെ പോലെയുള്ള ഒരു താരത്തിന് ഇന്നലെ 38 തവണ മാത്രമാണ് കാലിൽ പന്ത് തൊടാൻ സാധിച്ചിട്ടുള്ളത്. വെറും 15 പാസുകൾ. അതും അദ്ദേഹം ശരിക്കും ഒരു ഫിനിഷർ റോളിന് അപ്പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. പലപ്പോഴും ഇറങ്ങി വന്നിരുന്നു. എന്നിട്ട് പോലും 2 ഷോട്ടുകളാണ് ഒരു സ്ട്രൈക്കർക്ക് ഉതിർക്കാൻ സാധിച്ചിട്ടുള്ളത്. മറുവശത്ത് ബെല്ലിംഗാമിന് ആ ഒരു ഫോമിന്റെ അയലത്തേക്കേ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 62 തവണ മാത്രമാണ് പന്ത് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 20 പാസുകൾ, ഏറ്റവും കൂടുതൽ പാസ് നൽകേണ്ട മനുഷ്യനാണ് ബെല്ലിംഗാം എന്ന് പറയുന്നത്. പക്ഷേ വെറും 20 പാസുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കാൽമാറാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ഷോട്ടുകൾ. ഈ 2 താരങ്ങളെ പൂട്ടി, ഒരുപക്ഷെ നിറമങ്ങി അല്ലെങ്കിൽ പൂട്ടി, ഇത് 2 വേണമെങ്കിലും പറയാം. ഉറപ്പായിട്ടും സിമിയോണിയുടെ ഒരു പ്രകടനം തന്നെയാണ് അതിൽ എടുത്തു പറയാനുള്ളത്. സിമിയോണി എന്തിനാണ് ഇറക്കിയത് അദ്ദേഹം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതെ, ലോ ബ്ലോക്കിൽ വെച്ച് തന്നെ അവരെ പൂട്ടി എന്നുള്ളത് തന്നെയാണ്. ലൗട്ടാറെ കുറിച്ച് കൂടി പറയണം. അദ്ദേഹം 2 സൂപ്പർ സബ് നമ്മൾ പല താരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിജയ ഗോൾ നേടുന്ന പകരക്കാരനായി വന്ന അവസാന നിമിഷം ഗോൾ നേടുന്ന ഇത് തന്നെയാണ് നല്ലത്. കാരണം നേരത്തെയൊക്കെ ഫസ്റ്റ് ലെവൽ വന്നപ്പോഴൊന്നും ഗോൾ അടിക്കുന്നുണ്ടായിരുന്നില്ല. പകരക്കാരനായി വരുമ്പോൾ സൂപ്പർ സബായി വരുമ്പോൾ ഗോൾ അടിച്ച് കൂട്ടും. അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. ഗോൾഡൻ ബൂട്ടിന്റെ കണക്കൂടെ നോക്കിയാലോ? കാരണം മെസ്സിയും അവിടെ ബെല്ലിംഗാമും ഹാരി കെയിനും എംബാപ്പയും ഒക്കെ ഇനിയും ഓരോ മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ ഗോൾഡൻ ബൂട്ടിന്റെ പോരാട്ടത്തിൽ ഇപ്പോൾ മെസ്സിക്ക് ഒരു മുൻതൂക്കം കിട്ടി എന്നുള്ളത് തന്നെയാണ്. 8 ഗോളുകൾ ലയണൽ മെസ്സി നേടുന്നു. അസിസ്റ്റുകൾ നോക്കൂ, ഇന്നലത്തെ 2 അസിസ്റ്റ് കൂടി വന്നപ്പോൾ 4 അസിസ്റ്റുകൾ ലയണൽ മെസ്സിയുടെ ഭാഗത്തുണ്ടായി. ഒരുപക്ഷെ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും നേടാൻ എല്ലാ സാധ്യതയും ഇത്തവണയുണ്ട്. ഇതിനോടകം തന്നെ 2 ഗോൾഡൻ ബോളുകൾ ഉള്ള താരമാണ് 2014 കഴിഞ്ഞ ലോകകപ്പിലും. 2ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ്. എംബാപ്പയൊക്കെ ഒരു റിസ്ക് അല്ലേ? അതെ, 8 ഗോളുകൾ അദ്ദേഹം നേടിയിട്ട് 3 അസിസ്റ്റും. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറയായിരുന്നു, ലൂസേഴ്സ് ഫൈനൽ ഇതിൽ കൂട്ടരുതെന്ന്. കാരണം ലൂസേഴ്സ് കാരണം എന്താണെന്നറിയോ, എല്ലാം കഴിഞ്ഞു അവസാനിച്ചു. ഇനി ജയിച്ചാലെന്ത് തോറ്റാലെന്ത്, വളരെ റിലാക്സ് ആയിട്ട് കളിക്കുന്ന ഒരു കളിയാണ് ലൂസേഴ്സ് ഫൈനൽ. പക്ഷേ ഫൈനൽ അങ്ങനെയല്ല, ഏറ്റവും സമ്മർദ്ദത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ അങ്ങനെയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബാക്കി വരുന്ന 3 താരങ്ങൾക്കും ലൂസേഴ്സ് ഫൈനലാണുള്ളത്. വളരെ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന, റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു അവസരമാണുള്ളത്. അപ്പോൾ എംബാപ്പെ 8 ഗോളുകൾ, ഹാരി കെയിനും ബെല്ലിംഗാമിനും 6 ഗോളുകൾ വീതമാണുള്ളത്. 2 താരങ്ങളും ഓരോ അസിസ്റ്റാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ മുൻതൂക്കം ഇപ്പോൾ ലയണൽ മെസ്സിക്ക് തന്നെയാണ്. ഇപ്പോൾ കപ്പിന് ഒരു ചുവട് കൂടി അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു വെല്ലുവിളിയും അത് തന്നെയാണ്. കാരണം സ്പെയിന്റെ കോട്ട പൊളിക്കുക എന്ന് പറയുന്ന വലിയ ടാസ്ക്. 7 മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. 650 മിനിറ്റിന് ശേഷമാണ് വഴങ്ങുന്നത്. നമ്മളിന്ന് സ്പെഷ്യൽ സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നു. അല്ല, ഇംഗ്ലണ്ടോ ഫ്രാൻസോ ഒന്നും കളിക്കുന്ന ഒരു കളിയല്ലല്ലോ സ്പെയിൻ കളിക്കുക. എല്ലാ കാലത്തും സ്പെയിൻ ഒരു യൂറോപ്യൻ ശൈലിയിൽ നിന്ന് മാറിയിട്ടുള്ള തരത്തിലുള്ള കളിയാണ്. ഇതിനു മുൻപ് എപ്പോഴാണ് അർജന്റീന സ്പെയിൻ പോരാട്ടം ഉണ്ടായിട്ടുള്ളത്? ആ റിസൾട്ട് നമുക്ക് വലിയ പറയാൻ അത്ര താല്പര്യമില്ലാത്ത കഥയുണ്ടോ? അത് കുറച്ച് 7-Upന്റെ കഥയൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം എത്തിയില്ല എങ്കിൽ പോലും. പിന്നെ അർജന്റീനക്കാരങ്ങനെ ഈ റൂളിനെ എതിർത്ത് പറയാൻ പാടില്ല കേട്ടോ. കാരണം എപ്പോഴും ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും റൂൾ എന്നുള്ളതാണ് അർജന്റീനയുടെ പ്രതിരോധം. ഇതിലെവിടെയും ഗോളൊക്കെ നമ്മൾ കണക്കൂട്ടണം. അത് കൂട്ടിക്കോ. ഞാനൊരു ആഗ്രഹം പറഞ്ഞത് ഒരു കൗതുകം കൂടിയുണ്ട്. നടക്കാതെ പോയ ഫൈനലിസ്മയാണ് അർജന്റീന സ്പെയിൻ ആയിരുന്നു ഫൈനലിസ്മ നടക്കാറുണ്ട്. യുദ്ധം കാരണം അത് ക്യാൻസൽ ആയതാണ്. ആദ്യമായി കോപ്പ അമേരിക്ക നേടി. അപ്പോൾ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലി ആയിരുന്നു. അപ്പോൾ ഇറ്റലിയും അർജന്റീനയും തമ്മിൽ ഫൈനലിസം കളിച്ചു. ആ ഇറ്റലിയെ, അതായത് യൂറോപ്യൻ ടീമുകൾ വരട്ടെ മുട്ടിടിക്കുമെന്ന് പറഞ്ഞ സമയത്താണ് ഇറ്റലി സാധ്യത കൂട്ടിമുട്ടിയാലും അവിടെ ഒരു പഴയ കഥ പറയാനുണ്ടാവും അല്ലേ? അതിൽ തന്നെ ലമീൻ യമാലും ലയണൽ മെസ്സിയും നേർക്കുനേർ വരുമ്പോൾ ഒരു കൗതുകം. 5 മാസം പ്രായമായപ്പോൾ ലമീൻ യമാലിന്റെ കുട്ടിയാണ് മെസ്സി എന്ന് പറയുന്നത്. മാത്രമല്ല ലമീൻ യമാലിന്റെ അച്ഛനേക്കാളും 1 വയസ്സ് മൂത്തതാണ് ലയണൽ മെസ്സി എന്നുള്ളത്. 20 വർഷം സ്വാഭാവികമായിട്ടും 2007 ആ സംഭവം നടന്നത്. ഓക്കെ, അപ്പോൾ സീനിയോറിറ്റി ആണോ അതോ ഈ ചെറുപ്പത്തിന്റെ കരുത്താണോ എന്നുള്ളതൊക്കെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വിശാലമായി ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നു.